ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൾപ്രദേശത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അയാൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ജീവിതം തള്ളി നീക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് വളരെ ദാരിദ്ര്യത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അവരുടെ ആ ഗ്രാമപ്രദേശത്ത് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ദൂരം യാത്ര ചെയ്ത് പട്ടണത്തിൽ ചെന്നിട്ട് വേണം അവർക്ക് സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരാനായിട്ട്. അങ്ങനെ വളരെ പ്രയാസത്തോടെ മുന്നോട്ട് പോകവേ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഒരാഗ്രഹം പൂവണിയുകയാണ്. ഒരു ചെറിയ ചായക്കട തുടങ്ങിയാലോ? ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ താൻ തുടങ്ങാൻ പോകുന്ന ആ ചെറിയ ചായക്കടയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ വരുന്നു, ചായ കുടിക്കുന്നു. തൻ്റെ ദാരിദ്ര്യമെല്ലാം പതിയെ പതിയെ മാറുന്നതും തൻ്റെ ഉപജീവന മാർഗം കൊണ്ട് താൻ സന്തോഷത്തോടും സമാധാനത്തോടും തൻ്റെ വീട്ടിൽ കഴിയുന്നതും സ്വപ്നം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആ ഗ്രാമത്തിൽ ആ ചെറുപ്പക്കാരൻ ചെറിയൊരു ചായക്കട തുടങ്ങി. അയാൾ വളരെ ആകാംക്ഷയോടെ ആളുകളെ കാത്തിരിക്കുകയാണ്. എന്നാൽ തനിക്ക് വളരെ നിരാശ ഉളവാക്കും വിധം ആ ആദ്യത്തെ ദിവസം പോലും ഒരു മനുഷ്യൻ പോലും ചായ വാങ്ങാൻ വന്നില്ല. ആ ചെറുപ്പക്കാരൻ വളരെ നിരാശയോടെ അന്ന് വൈകിട്ട് തൻ്റെ ചായക്കട അടച്ച് വീട്ടിലേക്ക് മടങ്ങി. എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ അയാൾ ചായക്കട തുറക്കും. പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ വളരെ നിരാശയോടെ താങ്ങാനാകാത്ത ഹൃദയഭാരത്തോടെ ആ ചായക്കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥ. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. വളരെ ഭാരം ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ. എങ്ങനെ മുന്നോട്ട് പോകും? അയാളുടെ ആകെ ഒരു പ്രതീക്ഷ ആ ചായക്കടയാണ്. ജീവിക്കണമെന്ന് അയാൾക്ക് തോന്നിക്കുന്ന ഒരേ ഒരു കാര്യം ആ ഒരു ചായക്കടയാണ്. ചായക്കടയിൽ ആളുകൾ വരുന്നതും ചായ കുടിക്കുന്നതും അയാളുടെ ഉപജീവനമായി തീരുന്നതും അയാളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും ഈ ദാരിദ്ര്യത്തിൽ നിന്നെങ്കിലും ഒന്ന് ശമനം കിട്ടുവാനായിട്ടൊക്കെ അയാൾ വളരെ ആഗ്രഹിച്ചു, സ്വപ്നം കണ്ടു. വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും മുന്നോട്ട് പോയി. അങ്ങനെ പതിവ് പോലെ ഈ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസവും തൻ്റെ ചായക്കടയിൽ വന്നു, കട തുറന്നു, എല്ലാം റെഡിയാക്കി. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് രണ്ട് മദ്യപാനികൾ ആ ചായക്കടയുടെ മുന്നിൽ വന്ന് വളരെ ബഹളമുണ്ടാക്കുകയാണ്. ആ മദ്യപാനികൾ ആ കടയിലേക്ക് കയറി ചെന്ന് ആ ചെറുപ്പക്കാരനെ ഒരുപാട് ഉപദ്രവിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി താഴെ ഇടുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അവിടെ വളരെ മോശമായി ആ മദ്യപാനികൾ പെരുമാറുകയാണ്. അങ്ങനെ അവിടെ കിടന്ന കല്ലും അവിടെ കിടന്ന ഓട്ട് കഷ്ണങ്ങളൊക്കെ പെറുക്കി അതിലൊരു മദ്യപാനി അവിടെ ഉണ്ടായിരുന്ന ഒരു മൈൽ സ്റ്റോണിൽ 10 കിലോമീറ്റർ എന്ന് എഴുതിയിരുന്നതിൻ്റെ 0 മായ്ച്ചു കളയുകയാണ്, ചിരണ്ടി ചിരണ്ടി കളയുകയാണ്. ഇതൊന്നും ഈ ചെറുപ്പക്കാരൻ അറിയുന്നില്ല. ചെറുപ്പക്കാരൻ വേദന കൊണ്ട് പുളയുകയാണ്. ഇങ്ങനെ ഇത്രയെല്ലാം ദ്രോഹങ്ങൾ ചെയ്ത് ഈ മദ്യപാനികൾ ഇവിടെ നിന്നും അവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഈ ചെറുപ്പക്കാരൻ വളരെ പ്രയാസത്തോടെ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് പോയി. വളരെ ഭാരം തോന്നി. ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം എന്ന് തോന്നി. ചത്താൽ മതിയായിരുന്നു, അങ്ങനെ അങ്ങ് അവരുടെ കൈ കൊണ്ടങ്ങ് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. ഈ ചെറുപ്പക്കാരൻ വളരെ നിരാശയിലാവുകയാണ്. അസഹനീയമായ വേദന, അതിലുപരി മനസ്സിന്റെ വിഷമം, മനസ്സിനേറ്റ മുറിവ്, അതെങ്ങനെ താങ്ങാൻ സാധിക്കും? ഒന്നുമില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ലാതിരുന്ന ആ സാഹചര്യത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ആ കട തുടങ്ങുന്നത്. വളരെ ഭാരം തോന്നി. പിറ്റേന്ന് അയാൾ കട തുറന്നില്ല.
ശരീരത്തിലുള്ള അസഹനീയമായ വേദന മൂലം അയാൾ ആ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അങ്ങനെ ചില ദിവസങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അങ്ങനെ അയാൾ പിന്നെയും ആ കട തുറക്കുകയാണ്. പിന്നെയും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ കട വളർത്തിയെടുക്കാൻ സാധിക്കും. ആളുകൾ വരും, എൻ്റെ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കും, എനിക്കിതൊരു ഉപജീവന മാർഗമായി തീരും, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറയാൻ തുടങ്ങി, വിശ്വസിക്കാനും പ്രത്യാശിക്കുവാനും തുടങ്ങി. അങ്ങനെ അയാൾ പിന്നെയും ആ ചായക്കടയുടെ മുമ്പ് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാറ് തൻ്റെ ചായക്കടയുടെ മുൻപിലൂടെ പോവുകയാണ്. ചായക്കടയുടെ ഫ്രണ്ടിൽ തന്നെ ആ കാറ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ നിരാശപ്പെടുത്തും വിധം ആ കാറിൽ നിന്ന് ആരും ഇറങ്ങി വരികയോ ചായ ഓർഡർ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ കാർ അവിടെ നിന്ന് പോയി. പിന്നെ അല്പസമയത്തിന് ശേഷം മറ്റൊരു വാഹനം അതിലൂടെ കടന്നു വരികയാണ്. ആ വാഹനവും ആ കടയുടെ ഫ്രണ്ടിൽ നിർത്തി. എന്നിട്ട് ആ കാറിൽ നിന്നും ഒരാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മോനെ, ആഗ്രയിലേക്ക് പോകുന്ന വഴി ഏതാ? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കറക്റ്റായിട്ട്. ആ സമയത്ത് ആ കാറിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഇറങ്ങി ചെന്നിട്ട് ചായ ഓർഡർ ചെയ്യുന്നു, ചായ കുടിക്കുന്നു. അപ്പോൾ ചെറുപ്പക്കാരന് വളരെ സന്തോഷമായി, വല്ലാത്തൊരു സന്തോഷം, സ്വപ്നം കാണുന്ന പോലെയൊക്കെ തോന്നുകയാണ്. എന്നിട്ട് ചായയുടെ ഗ്ലാസ് കഴുകി വെക്കുന്ന സമയം തന്നെ അത് അടുത്ത വണ്ടി വരുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരനോട് വഴി ചോദിക്കുന്നു, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിക്കുന്നു. ആ കാറിലുണ്ടായിരുന്ന 2-3 ആളുകൾ ഇറങ്ങി വന്ന് ചായ ചോദിക്കുന്നു, ചായ കുടിക്കുന്നു, കാശ് കൊടുക്കുന്നു, കടന്നു പോകുന്നു. അങ്ങനെ ആ ദിവസം മുതൽ പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം തിരക്കാണ്. ആ ചെറുപ്പക്കാരന് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നം കാണുന്നതാണോ അതോ ഇത് യാഥാർത്ഥ്യമാണോ? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വ്യക്തി അതുവഴി വാഹനം ഓടിച്ചു പോവുകയാണ്. അങ്ങനെ ഈ കടയുടെ മുമ്പിലെത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ആഗ്രയിലേക്ക് പോകുന്ന വഴി ഏതാണ്, എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ വളരെ വിനയത്തോടെ ഇതിന് മറുപടി എല്ലാം പറഞ്ഞു. ഈ സമയത്ത് ഈ വ്യക്തി ഈ ചെറുപ്പക്കാരനോട് ഇപ്രകാരം ചോദിച്ചു, ഓക്കെ, 10 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് ഇനി ആഗ്രയിലേക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മൈൽ സ്റ്റോൺസിൽ 1 കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്? എന്നാൽ ഈ ചെറുപ്പക്കാരന് ഈ വ്യക്തിയുടെ ചോദ്യം മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഈ വ്യക്തി ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോയി. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നത്, ഈ മൈൽ സ്റ്റോണിൽ ഇത്രയും നാള് 10 കിലോമീറ്റേഴ്സ് എന്നായിരുന്നു എഴുതിയിരുന്നത്. ആരും ഇതുവരെയും വഴി ചോദിച്ചിട്ടില്ല, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ അടുത്തിടെയാണ് ഇത്രയധികം ആളുകൾ തന്നോട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരനൊരു കാര്യം ഓർമ്മ വരികയാണ്. അന്ന് മദ്യപാനികളായിട്ടുള്ള 2 വ്യക്തികൾ വന്നില്ലേ, അവരാണ് ഈ 10-ലെ 0 ചിരണ്ടി കളഞ്ഞത്. ആ ചെറുപ്പക്കാരന് വളരെ അത്ഭുതം തോന്നി. അന്ന് താൻ അനുഭവിച്ച ആ വേദനയും പ്രയാസവും, ആ ചില ദിവസങ്ങളിൽ താൻ അടങ്ങാതെ കരയുകയും വേദനിക്കുകയും ചത്താൽ മതിയെന്നൊക്കെയും ചിന്തിച്ച സമയങ്ങളുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ തൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം നശിച്ച ദിവസങ്ങളായിരുന്നു. എന്നാൽ താൻ ഗിവ് അപ്പ് ചെയ്യാതെ, വിട്ടുകൊടുക്കാതെ പിന്നെയും ഈ കട തുറക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്രകാരമുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം തൻ്റെ ജീവിതത്തിൽ വന്നത്. ആ ചെറുപ്പക്കാരനത് റിയലൈസ് ചെയ്യുകയാണ്. അയാൾ അവിടെ മുട്ടുകുത്തി ദൈവത്തോട് നന്ദി പറയുകയാണ്.
ഈ ചെറുപ്പക്കാരൻ തിരിച്ചറിയുകയാണ്, അതെ, അന്നുണ്ടായ ആ പ്രശ്നം തൻ്റെ ജീവിതത്തിലെ അവസാനമായിരുന്നില്ല, മറിച്ച് മനോഹരമായിട്ടുള്ള തുടക്കമായിരുന്നു, ആരംഭമായിരുന്നു. എവിടെയാണോ താൻ സ്റ്റക്കായി, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും പ്രയോജനമില്ലെന്ന് ചിന്തിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കഠിനാധ്വാനത്തിന് പ്രയോജനമില്ലെന്ന് ചിന്തിച്ചത്, അതിൻ്റെ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോവുകയായിരുന്നു. അല്പം വൈകിയാണെങ്കിലും ഇയാൾ ഈ അത്ഭുതത്തിൻ്റെ പിന്നിലെ കാരണം തിരിച്ചറിഞ്ഞു. അതെ, ജീവിതം പലപ്പോഴും നമുക്ക് തോന്നും ഇത് നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോവില്ല, ഞാൻ ചിന്തിച്ച പോലെ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ, ഞാൻ പ്രത്യാശിച്ചതുപോലെ ഒന്നും ഒരു ശുഭകരമായിട്ടുള്ള ഭാവി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, എൻ്റെ കഠിനാധ്വാനങ്ങളെല്ലാം വിഫലമാണ്, ഈ കഠിനാധ്വാനം കൊണ്ടൊരു പ്രയോജനവുമില്ല, ഇനി എന്തിനാ ജീവിച്ചിട്ട് എന്നൊക്കെ തോന്നും. ആ ചിന്തയിൽ തന്നെ നിരാശപ്പെട്ട് കഴിയുന്നതിന് പകരം മനസ്സിലാക്കുക, അതിൻ്റെ അടുത്ത നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ഇരിക്കുന്ന മനോഹരമായ ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം. നിങ്ങൾ ഗിവപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിനപ്പുറത്തുള്ള ആ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കുവാനോ കാണുവാനോ സന്തോഷത്തോടെ ജീവിക്കാനോ സാധിക്കില്ല. നേരെ മറിച്ച് ഒരിക്കലും വിട്ടുകൊടുക്കാതെ, നിരാശപ്പെട്ടു പോകാതെ, അവിടെ നിന്നും എഴുന്നേറ്റ് പിന്നെയും പ്രത്യാശയോടെ, പിന്നെയും കഠിനാധ്വാനത്തോടെ, പിന്നെയും വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒന്നുകൂടെ ശ്രമിക്കൂ, ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കൂ, തീർച്ചയായിട്ടും വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് നമുക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നാം ഭയപ്പെട്ടാൽ, തകർന്നു പോകുമെന്നും നശിച്ചു പോകുമെന്നും നാം ഭയപ്പെട്ടാൽ അതും നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് ഭയപ്പെടാതെ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ ആവശ്യമായ ദൈവിക കൃപയ്ക്കായി പ്രാർത്ഥിച്ചു വളരെ പ്രത്യാശയോടും അതിലുപരി വിശ്വാസത്തോടും സന്തോഷത്തോടെ ജീവിതം ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.